ഭാഗവതം 3-ാമത്തെ സ്കന്ധം. 2-ാമത്തെ സ്കന്ധത്തിൽ നിവൃത്തി സ്കന്ധം, ഉപാധി സ്കന്ധം എന്നൊക്കെ പറയുമല്ലോ. അതിൽ ഭഗവാനെ അറിയലാണ് പരമമായിട്ടുള്ള നിശ്രേയസം. അതിലാണ് പരമമായിട്ടുള്ള നിശ്രേയസം അടങ്ങിയിരിക്കുന്നത്, മംഗളം. അപ്പം എങ്ങനെയാണ് അറിയാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉപായം എന്താണ്? ശ്രവണം, കേൾക്കുക. കേട്ട് കഴിഞ്ഞാലോ ഭഗവാന്റെ രൂപം ധ്യാനിക്കുക. ഉള്ളിൽ സൂക്ഷ്മമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാനെ ധ്യാനിക്കാം. ഏകരൂപനായ ഭഗവാനെ ധ്യാനിക്കാം, അല്ലെങ്കിൽ വിശ്വരൂപം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ധ്യാനിക്കാം. അതിനും അപ്പുറം പോകുമ്പോഴാണ് അരൂപനായിട്ടുള്ള ഭഗവാനെ നമ്മുടെ സ്വരൂപമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം എന്തായാലും പ്രധാനമായിട്ടുള്ള ഉപാധി എന്ന് പറയുമ്പോൾ ഇവിടെ ഉപായം ശ്രവണം എന്നാണ്. ഇനിയാണ് ഈ 3-ാമത്തെ സ്കന്ധം മുതൽക്കാണ് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുന്നത്, അതായത് വിഷയങ്ങളിലേക്ക്. 1-ാമത്തെ വിഷയം എന്താണ്? 10 വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇനി വരാൻ പോകുന്നത് 10 സ്കന്ധങ്ങൾ. 10 സ്കന്ധങ്ങളിൽ 10 വിഷയങ്ങൾ. 3-ാമത്തെ സ്കന്ധത്തിൻ്റെ വിഷയം സൃഷ്ടി, അല്ലെങ്കിൽ സർഗം എന്ന് പറയും. സൃഷ്ടി അല്ലെങ്കിൽ സർഗം. അപ്പം ആദ്യമേ തന്നെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, സൃഷ്ടിയെ പറ്റി പറയുന്നത് സൃഷ്ടിക്ക് വേണ്ടിയിട്ടല്ല. അത് ഈ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, പ്രത്യേകിച്ചും പറയുന്നുണ്ട്. സൃഷ്ടിയെ പറ്റി പറയുന്നത് സൃഷ്ടിക്ക് വേണ്ടിയല്ല, എന്നാൽ നമ്മുടെ ദൃഷ്ടിയെ സൃഷ്ടിയിൽ നിന്നും ഈ സൃഷ്ടിച്ച സ്രഷ്ടാവിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെപ്പോഴും ഓർക്കണം. അതുകൊണ്ട് സൃഷ്ടി വർണ്ണന വരുമ്പോൾ അതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, ഇതെന്താ പല വിധത്തിലുള്ള വാദങ്ങളൊക്കെ ഉണ്ടല്ലോ. സൃഷ്ടിയെ പറ്റിയിട്ടുണ്ട് പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ചിലർ പറയുന്നു പെട്ടെന്ന് സൃഷ്ടി സംഭവിച്ചു, ചിലർ പറയുന്നു പടിപടിയായിട്ട് സൃഷ്ടി സംഭവിച്ചു, ചിലർ പറയുന്നു മാനസിക തലത്തിലാണ് സൃഷ്ടി, ചിലർ പറയുന്നു പരിണാമത്തിലൂടെയാണ് സൃഷ്ടി നടന്നത്, ചിലർ പറയുന്നു സൃഷ്ടി നടന്നിട്ടേയില്ല. അങ്ങനെ പല പല രീതിയിൽ സൃഷ്ടികളെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ എന്തിനു പറ്റിയിട്ടാണ് സൃഷ്ടിയെ പറ്റി പറയുന്നത്? സൃഷ്ടാവിലേക്ക് തിരിയാൻ. കാരണം നമ്മൾ ഇപ്പം നിൽക്കുന്നത്, നമ്മുടെ ശ്രദ്ധ സൃഷ്ടിയിലായതുകൊണ്ട് അവിടെ വെച്ച് തുടങ്ങുകയാണ്. ഇതിൽ ഒരു ന്യായത്തിനെ പറ്റി പറയും, ചന്ദ്രശാഖാന്യായം എന്ന്. എന്താണ് ചന്ദ്രശാഖാന്യായം? കുട്ടിക്ക് ചന്ദ്രനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കുട്ടിക്ക് അറിയുന്ന വൃക്ഷത്തിൽ നിന്നും ചന്ദ്രനിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ്? കുട്ടിക്ക് ചന്ദ്രനെ കാണിച്ചു കൊടുക്കുകയാണ്, ചന്ദ്രനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നല്ല വട്ടത്തിലാണ് ചന്ദ്രൻ ഇരിക്കുന്നത്, പപ്പടം പോലെ. പപ്പടമാണ് കുട്ടിക്ക് അറിയുന്നത്. അപ്പോൾ കുട്ടിക്ക് അറിയുന്നത് വെച്ചിട്ട് ചന്ദ്രനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ. പപ്പടം പോലെ വട്ടമായിട്ട് ഇരിക്കും, പൊള്ളിയിരിക്കും കാണാൻ, നല്ല വെളുത്ത രൂപമാണ്, ഐസ്ക്രീം പോലെ. അപ്പോൾ കുട്ടി കാണിച്ചു കൊടുക്കുക, വരൂ പുറത്ത് വരൂ. കുട്ടി മാങ്ങ തിന്നിട്ടുണ്ട്, മാങ്ങ നല്ല ചുവന്നിരിക്കുന്ന മാങ്ങയൊക്കെ തിന്ന് ശീലമുണ്ട്. അതുകൊണ്ട് കാണിച്ചു കൊടുക്കണം. അതാ നോക്കൂ, ഇതാ കണ്ടോ മാവ്, രസമായിട്ടില്ലേ കാണാൻ. അവിടെ നോക്കൂ, ഒരുപാട് പഴുത്ത് നിൽക്കുന്ന മാങ്ങകൾ കണ്ടോ, തൂങ്ങി നിൽക്കുന്നത് കണ്ടോ. അപ്പം അതാ നോക്കൂ, എന്നിതാ നോക്കൂ എന്ന് പറയുമ്പോൾ കുട്ടി എൻ്റെ വിരലിൽ എന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ അടുത്ത് പറയാണ്, ഞാൻ ആ മാവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ നീ എൻ്റെ വിരലിൽ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? എൻ്റെ ശ്രദ്ധയെ വിരളീന്ന് മെല്ലെ മാവിലേക്ക്, വിരലല്ല നോക്കണ്ടേ കുഞ്ഞെ, വിരളീന്ന് ആ മാവിലേക്ക് നോക്കൂ, മാങ്ങയിൽ നോക്കൂ. അപ്പോൾ മാങ്ങയിലേക്ക് നോക്കുന്നു കുട്ടി. മാങ്ങയിൽ നോക്കുമ്പോൾ ആ 2 മാങ്ങകളുടെ ഇടയിൽ കൂടി നോക്കൂ, നോക്കൂ, വെളുത്ത ചന്ദ്രൻ കാണുന്നില്ലേ എന്ന് പറയാൻ. അപ്പോൾ ശ്രദ്ധയെ മെല്ലെ വിരളീന്ന് മാവിലേക്ക്, പിന്നെ മാവിന്ന് അറിയാത്ത ആദ്യമായിട്ട് കാണുന്ന ചന്ദ്രനിലേക്ക്. അതേപോലെ തന്നെ ഗുരു വന്നിട്ട് കാണിച്ചു തരികയാണ്, അല്ലേ? ഭഗവത് സ്വരൂപത്തിനെ കാണിച്ചു തരികയാണ്. എവിടേക്ക്? ദാ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഗുരു വാക്യങ്ങളിലൂടെ കാണിക്കുകയാണ്. എവിടേക്കാണ് കാണിച്ചു കൊടുക്കുന്നത്? സൃഷ്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ സൃഷ്ടി കാണുന്നില്ലേ, സുന്ദരമായിട്ടുള്ള സൃഷ്ടി, സുന്ദരമായിട്ടുള്ള സൃഷ്ടി തന്നെയാണ്. അതിൽ 2 ഉണ്ട്, തരികിടയുണ്ട്, നല്ലതുമുണ്ട്, അല്ലേ? ആസുരീക സർഗമുണ്ട്, സൃഷ്ടിയുണ്ട്, ദൈവിക സൃഷ്ടിയുണ്ട്. പക്ഷേ 2നും അടിസ്ഥാനം എന്താണ്? ആ സൃഷ്ടിയുടെ സ്രഷ്ടാവ്, സൃഷ്ടിയെ ആര് മുഖേനയാണ് സൃഷ്ടി നിലനിൽക്കുന്നത്, ആ സ്രഷ്ടാവിലേക്ക് തിരിച്ചു വിടുകയാണ്. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഗുരുവിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. കുട്ടി വിരലിൽ തന്നെ നോക്കിയിരിക്കുന്നില്ലേ? അതേപോലെ ആരാണ് ഇവിടെ വിരൽ? ഗുരുവാണ്. ഗുരുവും ശാസ്ത്രഗ്രന്ഥങ്ങളുമാണ് ശരിക്കും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം അവരിലല്ല നമ്മൾ പിടിച്ചു നിൽക്കേണ്ടത്, അവരിലൂടെ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയണം. അപ്പം ഇതെപ്പോഴും മനസ്സിൽ ഓർക്കണം.
സൃഷ്ടിയിൽ നിന്ന് സ്രഷ്ടാവിലേക്ക്. ഈ സ്കന്ധത്തിൽ, മൂന്നാമത്തെ സ്കന്ധത്തിൽ 33 അധ്യായങ്ങളാണ് ഉള്ളത്. ഇത്തിരി വലിയ സ്കന്ധം തന്നെയാണ്. 33 അധ്യായങ്ങളിൽ 19 അധ്യായം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൃഷ്ടിയിൽ 2 വിധമുണ്ടല്ലോ. ഒന്ന് ആസുരീക സൃഷ്ടി, രണ്ടാമത് സൃഷ്ടി എന്ന് പറയുമ്പോൾ ആസുരീക ഉള്ളടക്കങ്ങൾ, വ്യക്തികൾ. രണ്ടാമത്തത് ദൈവീകമായിട്ടുള്ളത് സർഗം. 2. ആദ്യത്തെ 19 അധ്യായങ്ങളിൽ ആസുരീക സൃഷ്ടിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. സൃഷ്ടിയിൽ പെട്ടവരെ, അതിൽ പെടും ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു. പിന്നീട് വരുന്നത് എത്ര അധ്യായങ്ങളായിരിക്കും? 33-ൽ 19 പോയി കഴിഞ്ഞാൽ കുറച്ച് മാത്സ് ഒക്കെ പ്രവർത്തിക്കണമല്ലോ അല്ലേ? 14 അധ്യായങ്ങൾ. ആ 14 അധ്യായങ്ങളിൽ ദൈവികമായിട്ടുള്ള സൃഷ്ടിയെ, സർഗത്തിനെയാണ് വിവരിച്ചിരിക്കുന്നത്. അതിൽ ആരൊക്കെ വരും? മനു, സ്വയംഭുവ മനു, ശതരൂപ. അത് കഴിഞ്ഞിട്ട് കശ്യപ മഹർഷി, അദിതി. പിന്നീട് കർദമ പ്രജാപതിയും ദേവഹൂതിയുടെയും കഥ അതിൽ വരുന്നുണ്ട്. ഇത്രയാണ് ഉള്ളടക്കം. അതിൻ്റെ ഇനി ഓരോ വിഷയങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ഭാഗം എന്ന് പറയുമ്പോൾ ഏതോ ഒരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്, ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അതിനൊരു സന്ദർഭം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മൂന്നാമത്തെ സ്കന്ധത്തിൻ്റെ സന്ദർഭം എന്ന് പറയുമ്പോൾ വിതുര മൈത്രേയ സംവാദമാണ്. വിതുര മഹർഷിയും മൈത്രേയ മഹർഷിയും. വിതുരൻ മഹർഷി തന്നെയായിരുന്നു, ജന്മനാ ഒരു ശൂദ്രനായിരുന്നുവല്ലോ അല്ലേ? പക്ഷേ സ്വഭാവം കൊണ്ട് ഉത്കൃഷ്ട ഒരു തലത്തിലേക്ക് എത്തി എന്ന് പറയാം. തലം എന്താണ്? പശ്ചാത്തലം മഹാഭാരത യുദ്ധം നടക്കാൻ പോവുകയാണ്. അപ്പം ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധൃതരാഷ്ട്രൻ്റെ അടുത്ത് വിതുരൻ വന്ന് പറയാണ്, നിന്റെ വീട്ടിലാണ് കലിയുഗം തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നത്. ആരാണ്? സാക്ഷാത് നിന്റെ പുത്രൻ ദുര്യോധനൻ. അതുകൊണ്ട് അവനെ ഉപേക്ഷിച്ചില്ല എങ്കിൽ നിന്റെ കുലത്തിന് തന്നെ നാശം വരും എന്ന് പറഞ്ഞു ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് നീ അവനെ ഉപേക്ഷിക്കൂ എന്ന് പറയാണ്. ആര്? വിതുരൻ ധൃതരാഷ്ട്രൻ്റെ അടുത്ത് പറയാണ്. പക്ഷെ ധൃതരാഷ്ട്രൻ ബാഹ്യത്തിൽ മാത്രമല്ല അന്ധം, ഉള്ളിൽ പോലും അന്ധതയുണ്ട്. ഭഗവാനെ സ്വീകരിച്ചിട്ടേ ഇല്ല. അകക്കണ്ണുകൊണ്ട് പോലും ഭഗവാൻ അവന് ഇല്ല. അസ്ഥി എന്ന് പറയില്ല, ഭഗവാൻ ഉണ്ട്. അതുകൊണ്ടാണ് ധൃതരാഷ്ട്രൻ. ധൃതം രാഷ്ട്രം യേന സഹ ധൃതരാഷ്ട്ര. ആരാണോ രാഷ്ട്രത്തിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്, തൻ്റേതല്ലാത്തതിനെ തൻ്റേത് എന്ന് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ധൃതരാഷ്ട്രൻ. നമ്മളെല്ലാവരും ഓരോ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു രീതിയിൽ ധൃതരാഷ്ട്രന്മാരാണ്. എന്താണ്? ഈ ശരീരം, ഈ കാണുന്ന മനസ്സ്, ചുറ്റുമുള്ള വ്യക്തികൾ, വസ്തുക്കൾ എല്ലാം നമ്മളാണെന്ന് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? നമ്മുടേതല്ലാത്തതിനെ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ധൃതരാഷ്ട്രന്മാർ. പക്ഷെ നമുക്ക് ഭഗവത് സ്വരൂപത്തിന് നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. മഹാത്മാക്കളൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറ്റം വരുത്തുന്നുണ്ടല്ലോ അല്ലേ? അപ്പം അങ്ങനെയുള്ളതാണ് ധൃതരാഷ്ട്രൻ. ആ ധൃതരാഷ്ട്രനോടാണ് വിതുരൻ വന്നിട്ട് പറയുന്നത്. ദേഷ്യം വന്നു. ഇത് കേട്ടുകൊണ്ട് ദുര്യോധനൻ കയറി വരികയാണ്. ദുര്യോധനന് ദേഷ്യം വരില്ലേ? തന്നെ പറ്റിയിട്ടാണല്ലോ പറഞ്ഞു കൊടുക്കുന്നതല്ലേ? തന്നെ ഉപേക്ഷിക്കാനാണല്ലോ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദേഷ്യം വന്നു. എന്നിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഇവിടെ ഈ രാജ്യത്ത് തന്നെ ഇറങ്ങി പോകാൻ പറഞ്ഞു ദുര്യോധനൻ. അപ്പം വിതുരന് തോന്നി, ശരി, ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല, ഇറങ്ങിപ്പോവാൻ പറഞ്ഞു ദുര്യോധനൻ. അപ്പം എന്ത് ചെയ്തു? വിതുരൻ എന്ത് പറഞ്ഞു? ശരി, ഞാൻ ഇവിടെ നിന്ന് ഈ സ്ഥലം ഇടുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്പും വില്ലും ധൃതരാഷ്ട്രൻ്റെ കൊട്ടാരത്തിൻ്റെ ഇതിൻ്റെ ദ്വാരത്തിൽ വെച്ചുകൊണ്ട് തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. പല തീർത്ഥക്ഷേത്രങ്ങളും അതൊക്കെ സന്ദർശിച്ചുകൊണ്ട് നടന്നു. എപ്പോഴാണ്? മഹാഭാരത യുദ്ധത്തിന് മുൻപഴാണ് ഇത് നടന്നത്. പിന്നീട് മഹാഭാരത യുദ്ധം നടന്നു. കൗരവന്മാർ മുഴുവനും കുലനാശം സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് പാണ്ഡവന്മാർ കുറച്ചുപേരെ അവശേഷിച്ചുള്ളൂ. അവിടെ ദ്വാരകയിൽ കൃഷ്ണഭഗവാന്റെ ആ വംശം മുഴുവനും നശിച്ചു. കൃഷ്ണഭഗവാനും സ്വധാമത്തിലേക്ക് ഗമിച്ചു. എന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അങ്ങനെ വിതുരൻ തീർത്ഥാടനത്തിന് ഇങ്ങനെ സഞ്ചരിച്ച് പോയിട്ട് ഭഗവാന്റെ സ്ഥലമായ യമുനാ നദി തീരത്ത് വരികയാണ്. തീരത്ത് വരുമ്പോൾ ആരെ കാണുന്നു? അവിടെ കൃഷ്ണൻ്റെ ഉറ്റ സുഹൃത്ത് ഉദ്ധവനെ കാണുകയാണ്. അപ്പോൾ ഭക്തന്മാർ പരസ്പരം കാണുമ്പോൾ, പൊതുവേ ജനങ്ങൾ തമ്മിൽ കാണുമ്പോൾ, എങ്ങനെയുണ്ട്, കുട്ടിയുണ്ടോ, എന്തായി, പഠിക്കുന്നുണ്ടോ, നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, നന്നായിട്ട് പഠിച്ചിട്ട് റാങ്ക് വാങ്ങിക്കുന്നുണ്ടോ, അങ്ങനെ നമ്മൾ പറഞ്ഞു പോകുമല്ലോ അല്ലേ? ഒരു മഹാത്മാവ് പറഞ്ഞു, നമ്മളെല്ലാവരും കാക്കകളാണ് എന്ന്. കാക്കകൾ എന്ന് പറയുമ്പോൾ കഹ. സംസ്കൃതത്തിൽ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ അഹ ഹ വിസർഗം എന്ന് പറയും. 2 കുത്ത് അത് ചേർക്കുമല്ലോ അല്ലേ? അപ്പോൾ കഹ. എന്താണ് ആ കഹ എന്നർത്ഥം? കഹ. ഇപ്പം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അവളാര്, അവനാര്,
അവൾ ആര് എന്ന് ചോദിക്കാൻ കാ എന്നാണ് ചോദ്യം. പുല്ലിംഗ ശബ്ദം കഹ എന്നാണ് ചോദിക്കുക. അപ്പൊ പൊതുവേ ചോദ്യങ്ങൾ എന്തായിരിക്കും? കാ, അവളാരാണ്, അവളാരാണ്, അവനാരാണ്, കഹ, കാ, കഹ, കാ, കഹ. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മളെല്ലാവരും എന്താണ്? കാ, കഹ എന്നാണല്ലോ. പക്ഷേ പരസ്പരം ഭക്തജനങ്ങൾ, ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടുമുട്ടുമ്പോൾ ആ നാരായണി എത്രയായി, എത്രാമത്തെ ദശകമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഓ ആ ദശകം അതിലോ കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമല്ലോ അല്ലേ. അതേപോലെ തന്നെ വിതുരനും ഉദ്ധവനും രണ്ടുപേരും ഉത്തമ ഭക്തന്മാരാണ്. അതുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഭഗവാനെ പറ്റിയും ചോദിക്കുമല്ലോ അല്ലേ. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും, ഭഗവാനെ പറ്റി ചോദിച്ചപ്പോഴത്തേക്കും അത് മതി ഉദ്ധവന് ട്രാൻസിലേക്ക് പോകാനല്ലേ. ഉദ്ധവന് ഉള്ളിൽ ഭഗവത് സ്മൃതികളൊക്കെ വന്ന് നിറഞ്ഞു, ആ ഭാവത്തിൽ പോയി എന്ന് പറയാം. ഭാവസമാധി എന്ന് പറയുമല്ലോ. കൃഷ്ണൻ സ്മരണയിൽ അങ്ങനെ മുഴുകി ഇരുന്നു പോയി, ബാഹ്യപ്രജ്ഞയില്ലാതെ അങ്ങനെ ഇരുന്നു പോയി. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിലേക്ക് വന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൃഷ്ണൻ സ്വധാമത്തിലേക്ക് ഗമിച്ചു. പക്ഷേ അവസാന നിമിഷം എനിക്ക് പകർന്നു തരേണ്ട ജ്ഞാനം എനിക്ക് ഉപദേശിച്ചു തന്നു എന്ന്. അപ്പോൾ വിതുരന് തോന്നി, സന്തോഷം തോന്നി, ശരി അങ്ങക്ക് ഉപദേശിച്ച ആ ഒരു അറിവിനെ എനിക്കും കൂടി തന്നാലും എന്ന്. അപ്പോൾ ഉദ്ധവർ പറഞ്ഞ ഒരു കാര്യം, ആഹാ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നും. അപ്പോൾ ഉദ്ധവർ പറയാണ്, ഇല്ല, ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ നിയോഗമില്ല. ചില ആൾക്കാർക്ക് ചില നിയോഗങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ പറയാണ്, ഇല്ല, അങ്ങക്ക് പറഞ്ഞു തരാൻ വേണ്ടി സ്വയം ഭഗവാൻ തന്നെ മൈത്രേയ മഹർഷിയോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിതുരർക്ക് സന്തോഷമായി. എന്തുകൊണ്ട്? അവസാന നിമിഷം കൃഷ്ണൻ ഓർത്തുവല്ലോ തന്നെ. അപ്പം ആലോചിച്ച് നോക്കൂ, കൃഷ്ണ ഭഗവാൻ അവസാന നിമിഷം തന്നെ ഓർത്തുവല്ലോ, സ്മരിച്ചുവല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും. മഹാത്മാക്കളുടെ അടുത്ത് പോകുമ്പോൾ അവർ പറയാണ്, ഞാൻ അന്ന് നിങ്ങളെ ഓർത്തു കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ. അവരുടെ സ്മരണയിൽ നമ്മൾ വന്നുവല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ധന്യമാവും ജീവിതം എന്ന്. അതുപോലെ ഓർത്തു ഭഗവാൻ. എന്നിട്ട് പറയാണ്, ഉദ്ധവർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തപ്പോൾ അവിടെ മൈത്രേയ മഹർഷി ഉണ്ടായിരുന്നു. അപ്പോൾ മൈത്രേയ മഹർഷിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നീ വിതുരർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കണം. അതുകൊണ്ട് ഉദ്ധവർ പറയാണ്, വിതുരരെ നിങ്ങൾ പോയി മൈത്രേയ മഹർഷിയെ പോയി കണ്ടാലും, എവിടെയാണ്? ഗംഗാതീരത്തിൽ പോയിട്ട് മൈത്രേയ മഹർഷിയിൽ നിന്നും ജ്ഞാനം ആർജിച്ചാലും ശേഖരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മൾ പിരിഞ്ഞിട്ട് ഉദ്ധവർ എവിടേക്ക് പോയി? ബദരീക ആശ്രമത്തിലേക്ക് പോയി തപസ്സിന് വേണ്ടിയിട്ട്. വിതുരൻ ഗംഗാതീരത്തിലേക്ക് പോവാണ് മൈത്രേയ മഹർഷിയെ കാണാൻ വേണ്ടിയിട്ട്. മൈത്രേയ മഹർഷിക്ക് നല്ല സന്തോഷമായി വിതുരരെ കണ്ടപ്പോഴത്തേക്കും. മൈത്രേയ മഹർഷി തപസ്സിൻ്റെ മൂർത്തിമത് ഭാവമാണ്, വിതുരനും അതേപോലെ. വിതുരൻ സാക്ഷാത് ധർമ്മരാജാവാണല്ലോ, ഒരു ശാപം കൊണ്ടാണല്ലോ ശൂദ്രനായിട്ട് ജനിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഗംഗാതീരത്ത് 3 സ്ഥലത്ത് ഭാഗവതം നടക്കാൻ. ആരൊക്കെയാണ് ശ്രോതാക്കള്, വക്താക്കള്? ഒന്ന്, ഗംഗാതീരത്ത് 2 പേരേ ഉള്ളൂ. നൈമിഷാരണ്യത്തിൽ സൂതനും ശൗനകനും. ഗംഗാതീരത്ത് വെച്ച് 2 പേരുടെ ഭാഗവത യജ്ഞം നടക്കുകയാണ്. ഒന്ന് പരീക്ഷിത് രാജാവ്, ശുക മഹർഷി. രണ്ടാമത്തതോ വിതുര, മൈത്രേയർ. ഒരേ സമയത്തല്ല കേട്ടോ, ഞാൻ വെറുതെ നമ്മളിങ്ങനെ ചർച്ച ചെയ്തു പോകുമ്പോൾ അത് വരുന്നു. ഒരേ സമയത്തല്ല, ഇത് വളരെ മുമ്പ് നടന്നതല്ലേ, പരീക്ഷത്തിൻ്റെ ശുകദേവരുടെയും. അതിന് മുൻപായിരിക്കും ഇത് നടന്നിട്ടുണ്ടാവുക. കാരണം ഈ സംഭവങ്ങളെല്ലാം വിവരിക്കുന്നത് ആ ഒരു രീതിയിലാണല്ലോ അല്ലേ. എന്തായാലും നമുക്ക് ക്രോണോളജിക്കൽ ഓർഡർ അല്ലല്ലോ പ്രധാനം. ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നു അതല്ലല്ലോ. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ മലയാളത്തിൽ, അപ്പം തിന്നാൽ മതി ഉടി എണ്ണണ്ട അല്ലേ. പലരും പറയുമല്ലോ, ഓ ഭാഗവതത്തിൽ നടന്ന കാര്യങ്ങൾ, മഹാഭാരതത്തിൽ നടന്ന കാര്യങ്ങൾ, രാമായണമൊക്കെ ശരിക്കും ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അതെന്തിനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? അതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ സ്വഭാവത്തിൽ മധുരിമ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മധുരം, നമുക്കും മധുരം, അതാണല്ലോ വേണ്ടതല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വിതുര മൈത്രേയ സംവാദത്തിലേക്ക് വരാം. വിതുരർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മൈത്രേയ മഹർഷി ഉത്തരം നൽകുകയാണ്. നല്ല രസകരമായ ചോദ്യങ്ങളാണ്, വളരെ ഡീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഒന്നാമത്തെ ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. എന്താണ്? സുഖായ കർമാണി കരോതി ലോകഃ എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം. അതിൻ്റെ ഉള്ളടക്കം എന്താണ്? സുഖത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്നത് അല്ലേ. നമ്മൾ ജനിച്ചത് മുതൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെ, രാത്രി കിടക്കുന്നത് വരെ എന്ത് ചെയ്യുന്നോ അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സുഖത്തിന് വേണ്ടിയല്ലേ. ആരെങ്കിലും പറയുമോ ദുഃഖത്തിന് വേണ്ടിയാണ് ഞാൻ കർമ്മം ചെയ്യുന്നതെന്ന്? ഇല്ല. പക്ഷേ അതിലൂടെ സുഖം കിട്ടുന്നുണ്ടോ?
ദുഃഖമേ കിട്ടുന്നുള്ളൂ അല്ലേ? സുഖം കിട്ടുന്നുമില്ല, ദുഃഖമേ കിട്ടുന്നുള്ളൂ. എന്നിട്ടും അങ്ങനെയുള്ള കർമ്മങ്ങൾ വിടുന്നുമില്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ദുഃഖമാണ് കിട്ടുന്നതല്ലേ, വേണം നമുക്ക് സുഖം, പക്ഷെ ചെയ്യുന്നതിൽ ദുഃഖം കിട്ടുന്നു. അപ്പൊ ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടി വീണ്ടും ആ കർമ്മം ചെയ്യാതിരിക്കുന്നുണ്ടോ? അതുമില്ല, അത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിതുരൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ ശരിക്കും സുഖം എന്താണ്? എന്തിലാണ് സുഖം ഇരിക്കുന്നത്? എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ സുഖം പ്രാപിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. മൈത്രേയ മഹർഷി വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതിനുള്ള ഉത്തരം ഞാൻ വിശദമായിട്ട് പറയില്ല, പക്ഷെ ചുരുക്കത്തിൽ പറയാം. എന്തിലാണ് ശരിക്കും സുഖം ഇരിക്കുന്നത്? സുഖം എന്തിലാണ് ശരിക്കും ഇരിക്കുന്നത്? അവനവൻ്റെ സ്വരൂപത്തിൽ ഭഗവാനിലാണ് സുഖം ശരിക്കും ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ തിരയുന്നത് ഭഗവാൻ അല്ലാതെ വേറെ എന്തൊക്കെയുണ്ടോ അതിലെല്ലാമൊക്കെയാണ് നമ്മൾ തിരയുന്നത്. പൊതുവേ ഒരു ഉദാഹരണം പറയുമല്ലോ, പണ്ട് ഒരു മുത്തശ്ശി സൂചി കളഞ്ഞു. മുത്തശ്ശിക്ക് നമ്മൾ തയ്ക്കില്ലേ, അതിനെന്താ സൂചി തന്നെയല്ലേ പറയുന്നത്? മുത്തശ്ശിക്ക് സൂചി കളഞ്ഞു പോയി. അപ്പോൾ സൂചിയെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മോൻ വരുന്നു. മോൻ ചോദിക്കുന്നു, മുത്തശ്ശി എന്താ തപ്പിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ എൻ്റെ സൂചി കളഞ്ഞു പോയി. ശരി, ഞാനും കൂടെ സഹായിക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മോനും കൂടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ കുറേ പേര് വന്നു. ആ എല്ലാവരും കൂടി ചേർന്ന് സേവനം ചെയ്യണം. എന്താണ്? മുത്തശ്ശിക്ക് സൂചി തപ്പാൻ വേണ്ടി സഹായിക്കാൻ. അപ്പോൾ വേറൊരു ചെറിയ മോൻ വന്നു, ഒരു കുട്ടിമോൻ. ആ കുട്ടിമോൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു എന്താണ്. അപ്പം ഈ കുട്ടി മാത്രം ഒരു ബുദ്ധിപൂർവമായ ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? മുത്തശ്ശി എവിടെയാ കളഞ്ഞു പോയത് സൂചി? അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അത് അവിടെ ദൂരെയാണ്, അവിടെ വെളിച്ചമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നല്ല വെളിച്ചമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ തപ്പാണ്. അതിൻ്റെ കൂടെ ആരൊക്കെയുണ്ട് തപ്പാൻ? കുറേ പേരുണ്ടല്ലേ. പക്ഷെ ആരും ഈ ബുദ്ധിപൂർവമായ ചോദ്യം ചോദിച്ചില്ല. എന്താണ്? എവിടെയാണ് കളഞ്ഞു പോയത്? അവിടെ തപ്പിയാലല്ലേ കിട്ടുള്ളൂ. അതേപോലെ നമ്മൾ അന്വേഷിക്കുന്നത് സുഖമാണ്. എന്തു സുഖമാണ്? ശാശ്വതമായ സുഖമാണല്ലോ. എപ്പോഴും സുഖം വേണമല്ലോ. ഇവിടെ മാത്രം സുഖം മതിയോ? ക്ലാസ്സിലിരിക്കുമ്പോൾ മാത്രം സുഖം മതിയോ? ഇല്ല, എവിടെ പോയാലും സുഖം വേണം, എല്ലായിടത്തും സുഖം വേണം, എല്ലാ സമയത്തും സുഖം വേണം. പിന്നെ സുഖത്തിൻ്റെ പാരമ്യതയിൽ വേണം, അതായത് അനന്തരൂപമായ സുഖം വേണം. ശരിയല്ലേ? അനന്തമായ സുഖം വേണം, എല്ലായിടത്തും വേണം, ഇപ്പോഴും വേണം, എല്ലാ വസ്തുക്കളിലും വേണം. ഇതാണല്ലോ വേണ്ടത്. അപ്പോൾ ഇതിലെ ഉത്തരം എന്താണ്? അപ്പോൾ സുഖം എവിടെയാണ് ഉള്ളത് അവിടെ തപ്പണം. സുഖമില്ലാത്ത സ്ഥലത്ത് തപ്പിക്കഴിഞ്ഞാൽ സുഖം കിട്ടില്ലല്ലോ. അതിന് നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിൽ സുന്ദരമായ രീതിയിൽ അവർ വ്യാഖ്യാനം പറയും. സുഖം ഇപ്പം ഐസ്ക്രീമിലാണ് സുഖം ഇരിക്കുന്നത് എങ്കിൽ ആ ഐസ്ക്രീം എല്ലാവർക്കും സുഖം നൽകുന്നുണ്ടോ? ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അവർക്ക് ഐസ്ക്രീം തിന്നു കഴിഞ്ഞാൽ സുഖം വരുമോ? ചിലർ പറയും, സിഗരറ്റിലാണ് സുഖമുള്ളത്, ആ സിഗരറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഊതുമ്പോൾ എന്തോ ഒരു സുഖമാണല്ലേ, അത് അവർക്ക് സുഖം, തൊട്ടടുത്തുള്ളവർക്ക് പുകയായിരിക്കും അല്ലേ. അപ്പം എന്ത് വസ്തു എടുത്തു കഴിഞ്ഞാലും ചിലർക്ക് സുഖം, ചിലർക്ക് സുഖമില്ലല്ലോ. അപ്പം അതിൻ്റെ സ്വരൂപം സുഖമാണെങ്കിൽ എപ്പോഴും എല്ലാവർക്കും സുഖം നൽകണമായിരുന്നു. അതില്ലല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം സുഖം അതിലില്ല എന്നല്ലേ. ഇതിപ്പം ഞാൻ ഐസ്ക്രീം എന്ന് എടുത്തതേ ഉള്ളൂ. വ്യക്തിയെ എടുക്കാം. ചിലർ പറയും, എൻ്റെ മോൾ എന്ത് തങ്ക സ്വഭാവമാണ് അറിയോ. മോളിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ക സ്വഭാവമൊക്കെ പുലിയാണത് അല്ലേ, അങ്ങനെ പറയൂ അല്ലേ. അപ്പോൾ ഒരേ വ്യക്തി തന്നെ ചിലർക്ക് സുഖം നൽകുന്നു, ചിലർക്ക് സുഖം നൽകുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സുഖം വ്യക്തിയിലല്ല, അല്ലെങ്കിൽ വസ്തുക്കളിലല്ല ഇരിക്കുന്നത്. അതെവിടെ ഇരിക്കുന്നത്? അവനവൻ്റെ ഉള്ളിലുള്ള ഭഗവാനിലാണല്ലോ ഇരിക്കുന്നത് അല്ലേ. ആ ഭഗവാൻ മനസ്സിനും അപ്പുറമാണ്. മാനസിക തലത്തിലുള്ള സുഖമല്ല നമ്മളിവിടെ പറയുന്നത്. മനസ്സിനും അപ്പുറമുള്ള മാനസിക തലത്തിലുള്ള സുഖം വന്നു പോയിക്കൊണ്ടിരിക്കും. അതിനും അപ്പുറമുള്ള സുഖം, ആ സുഖം നമുക്ക് എല്ലാവർക്കും അനുഭവവേദ്യമാകുന്നുണ്ട്. എപ്പോഴാണ്? ഉറങ്ങുമ്പോൾ. അത് തന്നെ, എപ്പോഴും ഓർക്കണം. ഉറക്കം എന്ന് പറഞ്ഞ സംഭവം എന്നും നമ്മൾ ഓർക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ ഉറക്കം. ഉറക്കത്തിൽ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഐസ്ക്രീം ഇല്ല, എൻ്റെ പ്രിയപ്പെട്ട മരുമകനില്ല, പ്രിയപ്പെട്ട പേരക്കുട്ടിയില്ല, പ്രിയപ്പെട്ട മൂക്കുത്തിയില്ല, പ്രിയപ്പെട്ട മൊബൈലില്ല, പ്രിയപ്പെട്ട നാരായണനും ഇല്ല. ഭഗവാനുണ്ടോ അവിടെ? പ്രിയപ്പെട്ട ഞാൻ പോലും ഇല്ല. ഞാൻ എനിക്ക് പ്രിയമാണല്ലോ അല്ലേ, പക്ഷെ ആ പ്രിയപ്പെട്ട ഞാൻ പോലും, ഞാൻ എന്ന വ്യക്തിത്വ രൂപം പോലും അവിടെ ഇല്ല. പക്ഷെ എന്നാൽ എന്തോ ഒരു സുഖമില്ലേ, ഉണ്ടായിരുന്നോ? അതുകൊണ്ടാണല്ലോ എത്ര കാലങ്ങളായിട്ട് നമ്മൾ ഉറങ്ങി മടുത്തിട്ട് ആരുമില്ല. മരുന്ന് കഴിച്ച് നമ്മൾ ഉറങ്ങുമല്ലേ. ഈ ഉറങ്ങാതിരിക്കുമ്പോൾ ഈ യാത്രകൾക്കൊക്കെ പോയിട്ട് വന്നിട്ട് അപ്പോഴാണ് ഉറക്കത്തിൻ്റെ ഒരു സ്വാദ് അറിയാം അല്ലേ. ഓടിച്ചാടിപ്പോയി യാത്രകൾക്ക് പോയി നമ്മൾ വരുന്നു, വന്നിട്ട്
ക്ലാസ്സിലിരിക്കുമ്പോൾ ഒന്ന് ഉറങ്ങുമ്പോൾ എന്തൊരു സുഖമാണ് ഉറക്കം മതിയാവില്ല. അപ്പോൾ ഈ ഉറക്കത്തിനെ പറ്റി ഓർത്താൽ മതി. ഉറക്കം എല്ലാവരുടെ ജീവിതത്തിലുണ്ട്, പക്ഷേ ആ ഉറക്കത്തിനെ പറ്റി മനനം ആരും ചെയ്യുന്നില്ല. ഈവൻ സയൻസ് പോലും വേക്കിംഗ് സ്റ്റേറ്റിനെ പറ്റിയിട്ട് സ്വപ്നാവസ്ഥയിലേക്കും നന്നായിട്ടൊന്ന് കടന്നിട്ടുണ്ട്. പക്ഷേ ഗാഠനിദ്ര, കാരണം അവിടെ മനസ്സും പോലും ഇല്ലല്ലോ, താത്കാലികമായി ലയിച്ചുവല്ലോ. അതുകൊണ്ട് ആ ഒരു അവസ്ഥ, അതിനെപ്പറ്റി വീണ്ടും 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 നമ്മൾ മനനം ചെയ്ത് നോക്കണം. അവിടെ എന്തോ ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദമാണ് ഭഗവാൻ. ആ ആനന്ദം തന്നെയാണ് നമ്മുടെ സ്വരൂപം. അപ്പം അതിനെ അന്വേഷിക്കേണ്ട സ്ഥലത്ത് പോയിട്ട് അന്വേഷിക്കണം. അതിന് ശുദ്ധമായ മനസ്സ് വേണം. ആ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് ഭഗവാന്റെ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഇതൊരു ചോദ്യം വിതുരൻ്റെ. ഇനിയും പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നില്ല. ഇതൊരു സാരം മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പം ആ വിതുര മൈത്രേയ സംവാദം കൊണ്ടാണ് ഈ ഒരു സ്കന്ധം ആരംഭിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം.